എൻ്റെ പേര് ബാഹുലനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരമാണ്. ശബരിമലയിൽ ഒരു ഭക്തൻ കുഴഞ്ഞു വീഴുന്നു മരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. 18-ാം പടിയിലാണ് കുഴഞ്ഞു വീഴുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ നൽകുന്നത്. കൊല്ലം ഓയൂരിലുള്ള വിജയകുമാറാണ്, 62 വയസ്സുള്ള വിജയകുമാറാണ് 18-ാം പടിയിൽ കുഴഞ്ഞു വീഴുന്നു. അത് പമ്പയിലേക്ക് കൊണ്ടുവരും മുമ്പേ മരിച്ചു കഴിഞ്ഞെന്ന് തന്നെ പറയുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിപ്പിൻ്റെ മരിച്ചു കഴിഞ്ഞെന്ന് തന്നെ പറയുന്നുണ്ട്. അറ്റാക്ക് ആണെന്ന് പറയുന്നുണ്ട്. കൃത്യരോഗം ആയതാണെന്ന് പറയുന്നുണ്ട്. അതിന് കുഴഞ്ഞു വീഴുന്നാണ് മരണം സംഭവിച്ചത്. ഇതിനെയും കൂട്ടി 9 പേരാണ് കൃത്യരോഗം ബാധിച്ച് ശബരിമലയിൽ മരിക്കുന്നത്. ഇന്ന് 40ഓളം 40,000 പേരാണ് ശബരിമലയിൽ സന്നിധാനത്തേക്ക് കയറിയത്, മല ചവിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇപ്പോഴും ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 ദിവസം കൊണ്ട് വീണ്ടും തിരക്ക് കുറവായിരുന്നു. അതിനുശേഷം ഇന്നലെ മുതൽ വീണ്ടും തിരക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഭക്തജനങ്ങളുടെ ഒരു തിരക്കിന് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ സ്ഥലത്താണ് വടം കെട്ടിയാണ് ആളുകളെ കയറ്റി വിടുന്നതെന്ന് പറയാം. അത്ര തിരക്കാണെന്ന് 7-8 മണിക്കൂറിനാണ് ക്യൂ 2 ദിവസത്തിന് മുമ്പേ ക്യൂവിൽ നിന്നത്. 10 മണിക്കൂറോളം ക്യൂവിൽ നിന്നിട്ടുണ്ടെന്നും പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. നമ്മളവിടെ പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഭക്തൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കൃത്യരോഗം ബാധിക്കുന്നവർക്ക് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കാൻ തന്നെ പറ്റത്തില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അത് എന്തെങ്കിലും ഗവൺമെൻറ്റും സർക്കാരും അനുബന്ധിച്ച് ഇങ്ങനെയുള്ള രോഗികളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അവരെ ക്യൂവിലേക്ക് വിടാതെ അല്ലാതെ മല കയറ്റാനാണ് എനിക്ക് പറയാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഇവരെ അയ്യപ്പന്മാർ പോകുന്ന വഴിയെ വിടണം. അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് ഇവർക്ക് ശ്വാസം മുട്ടുപോലെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃത്യരോഗം ഉള്ളവരെ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മല കയറുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് പോലീസ് അവർക്ക് ഒരു അളവ് കൊടുക്കണമെന്നാണ് എല്ലാവരും ആവശ്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. ഇപ്പോൾ ദുഃഖമായ ഒരു വാർത്തയാണ് നമ്മൾ ശബരിമലയിൽ നിന്ന് ഇപ്പോൾ പറയുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഭക്തജനങ്ങളുടെ ഇന്ന് 15-16 ദിവസമായതേ ഉള്ളൂ ശബരിമല നട തുറന്നിട്ട് തന്നെ. ഈ വൃശ്ചിക നട തുറന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ 4-5 ദിവസം കൊണ്ട് തുടരുന്നത്. അതിനുശേഷം ഇത്തിരി തിരക്ക് കുറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും തിരക്ക് 40,000 പേരാണ് ഇന്ന് മല കയറിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതാണ് ശബരിമലയിൽ നിന്നുള്ള പ്രധാന വാർത്തകളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ സ്ഥലത്താണ് പറയുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ.